ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗൈസ്, ഇന്ന് ബാക്ക് ടു കോളേജ്, ഞങ്ങളുടെ കോളേജ് ഡേ ആണ്, സ്റ്റാർട്ടായി. അപ്പോ ഞങ്ങൾ ഫസ്റ്റിന് അമ്പലത്തേക്കൊക്കെ പോയിട്ടു ഗൈസ്. അതിന്റെ ക്ലിപ്പിംഗ് ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്യും. പക്ഷെ അപ്പൊ പോകുമ്പോ നമുക്ക് ഷൂട്ട് ചെയ്താ ലേറ്റ് ആവണ്ടാവണ്ടിട്ട് ഞങ്ങൾ വന്നിട്ടാണ് ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഈ ലുക്ക്. അപ്പൊ ഇനി പെട്ടെന്ന് ഞങ്ങൾ കോളേജിലേക്ക് റെഡി ആവണം. പിന്നെ ഞങ്ങൾ കോളേജിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കണം പറ്റണ പോലെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ ഇനി റെഡിയാകല്ലേ, ഇനി ലേറ്റ് ആവും. അപ്പൊ വേഗം റെഡിയാകാം. അപ്പൊ ഗൈസ്, നമ്മള് രാവിലെ എണിച്ചിട്ട് നേരെ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തേക്ക് പോവാൻ തീരുമാനിച്ച് അമ്പലത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതൊരു അയ്യപ്പ ടെമ്പിളാണ്, നമ്മുടെ അടുത്ത് തന്നെ ഉള്ള ടെമ്പിളാണ്. ഞങ്ങൾ ചില വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ടെമ്പിൾ. ഒരു ബ്യൂട്ടിഫുൾ ടെമ്പിളാണ്, ഇവിടെ ആംബിയൻസ് ഒക്കെ സൂപ്പറാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. അപ്പൊ നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ കോളേജിലേക്ക് പോകുന്ന മുമ്പാണ് കേട്ടോ വന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇൻട്രോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ ഇൻട്രോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അമ്പലത്തേക്കൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് ഇനി കോളേജിലേക്കും പോകണം. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഈ അമ്പലത്തിൽ ഇങ്ങനെ ഇരുന്നു ഗൈസ്. നമ്മളെപ്പോഴും വരുമ്പോൾ ഇങ്ങനെ ഇരിക്കാറുണ്ട്. പിന്നെ രാവിലത്തെ ടൈം ആയതുകൊണ്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഗൈസ്. സോ ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് us ഗൈസ്. അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് വേണ്ടി റെഡി ആക്കുകയാണ്. ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ഹെവി ഒന്നും ചെയ്യില്ല, നമ്മൾ കോളേജിലേക്ക് തന്നെയല്ലേ. അപ്പോൾ ലൈറ്റ് ആയിട്ടൊക്കെയാണ് മേക്കപ്പ് ചെയ്യുള്ളൂ. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇന്നലെ തന്നെ ബാഗൊക്കെ പാക്കൊക്കെ ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി റെഡിയാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് നമുക്ക് റെഡിയാകാം. എനിക്ക് പെട്ടെന്ന് പോകണം, ലേറ്റ് ആകാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. പിന്നെ ഫുള്ള് റെഡി ആയിട്ട് നമുക്ക് കാണാം. ഫുഡും കഴിക്കണം, അമ്മ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി, ബാഗൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റായിട്ട് വന്നപ്പോൾ തന്നെ മമ്മി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇനി ലേറ്റ് ആകേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കോളേജിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കോളേജ് എത്തി ഗൈസ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അത്ര ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് അത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നില്ല, കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നേരമായപ്പോൾ എല്ലാവരും വന്നു, അങ്ങനെ ഫില്ലായി. പിന്നെ നമ്മുടെ ടീച്ചർ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫണ്ണി ടാസ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗെയിം പോലെ സീനിയേഴ്സും ടീച്ചേഴ്സും എല്ലാവരും കൂടി അറേഞ്ച് ചെയ്തൊരു ഗെയിമായിരുന്നു. നമ്മുടെ അംബീഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് സ്റ്റിക്ക് ചെയ്യുക. അപ്പോൾ അതിലെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫൺ ഗെയിം, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ടാസ്കുകളൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു എനർജി, ഒരു റീഫ്രഷ്മെന്റ് ആണ് ഗൈസ്. അപ്പം ഞങ്ങളിതൊക്കെ ഷൂട്ടും ചെയ്യണ്ടായിരുന്നു ഗൈസ്, നമ്മുടെ വ്ളോഗിന് വേണ്ടി. അപ്പം ആ ഷൂട്ടും പിന്നെ ഈ ഗെയിമും എല്ലാം കൂടി മിക്സപ്പ് ആയപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ട ഭാഗത്തന്നെ എഴുതിപ്പോയി അറിയാണ്ട് പിന്നെ പുതിയ സ്റ്റിക്കിനോട്ട് വാങ്ങി വീണ്ടും എഴുതിയിട്ട് ഒട്ടിക്കേണ്ടി വന്നു ഗൈസ്. അങ്ങനെ ഗെയിമൊക്കെ അവസാനിച്ച് ഞങ്ങൾ എല്ലാ കുട്ടികളും ക്ലാസ്സിൽ കയറിയിട്ട് ഗൈസ്. ക്ലാസ്സിൽ കയറിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സൊക്കെ വന്നു, ക്ലാസ്സൊക്കെ എടുത്തു. ക്ലാസ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അത് ഞങ്ങൾക്ക് അറിയാമല്ലോ, നോർമലാണ്, ഓബ്വിയസ് ആണ്. ക്ലാസ് ടൈമിലൊന്നും ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. പിന്നെ കുറച്ച് നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ക്യൂട്ട് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ ഗൈസ്. പിന്നെ ഗിഫ്റ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് നേരം ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരുടെ കൂടെയൊക്കെ കുറച്ച് സംസാരിച്ച് പിന്നെ ഒരു റീഫ്രഷ്മെൻറ്റ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ റീഫ്രഷ്മെൻറ്റ് പാർട്ടിയിൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു ഇന്നത്തെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ ക്ലാസ് റുട്ടീൻ. പിന്നെ നേരെ വീട്ടിൽ പോയി.
അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഗൈസ് ഞങ്ങളുടെ ഒരു കോളേജ് ഡേ റുട്ടീൻ. ഇത് ഞങ്ങളുടെ എവറി ഡേ റുട്ടീനാണ്. പിന്നെ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞങ്ങൾ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, എവറി ഡേ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. 2 ചാനലിൽ, ഒന്ന് മോർണിംഗ് ഒന്ന് ഈവനിങ് ആണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലോങ് വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഹാർഡ് വർക്കിന് ഒരു വാല്യൂ തരൂ ഗൈസ്. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.